എല്ലാവർക്കും ബ്യൂട്ടി വിങ്സ് പോം കെനൽസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നവീൻ എന്നാണ്. ഞാനിപ്പം നിങ്ങളെ മുമ്പ് വന്നിരിക്കുന്ന ഒരു പോമിൻ്റെ മീൻസ് നമ്മൾ ഒറിജിനൽ ടോയ് പോം എന്നൊരു വെറൈറ്റിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന കുറച്ച് മീൻസ് ബ്രീഡ് ടോയ് പോമിൽ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ്. അതിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. എനിക്ക് ചെറുതിലേ എനിക്ക് പട്ടികളല്ല, പൊതുവെ അനിമൽസിൻ്റെ അടുത്ത് മൊത്തത്തിലെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ അനിമൽ ബ്രീഡിങ് ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു. അങ്ങനെ പക്ഷേ എന്താ പറയുക പോകെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ MBA കയറി. കയറിയിട്ട് വീണ്ടും അപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പോഴും ഈ പഠിക്കുന്ന സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾ ബ്രീഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പട്ടിയായാലും ബേർഡ്സ് ആയാലും ഡോഗ്സ് ആയാലും ബേർഡ്സ് ആയാലും അല്ലാതെ എക്സോട്ടിക് ആയാലും ബ്രീഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പോകെയാണ് പയ്യ MBA കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കോവിഡ് സമയത്തേക്ക് എല്ലാവരും ലോക്ക്ഡൗൺ എന്നൊരു ഇതിലേക്ക് പോയി. അപ്പോഴത്തേക്കും ജോലികൾ കുറേ സ്ഥലത്ത് പറഞ്ഞു വിടാനുള്ള സാഹചര്യമായി. അപ്പോഴത്തേക്കും അപ്പോഴാണ് ഇത് മെയിനായിട്ട് പ്രൊഫഷണലായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത് ഈ ഡോഗ് ബ്രീഡിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ബ്രീഡ് എന്ന് പറയുന്നത് പോമറേനിയൻ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും പൊതുവേ നമ്മൾ ഇന്ത്യൻ സ്പ്ലിറ്റ്സിനെ പോമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. കാരണം ഏത് അക്യൂറത്തിൽ പോയാലും ഏത് കടയിൽ പോയാലും നിങ്ങൾ പോമെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇന്ത്യൻ സ്പ്ലിറ്റ്സ് ആണ്. അത് വേറൊരു ബ്രീഡാണ്, ഇന്ത്യൻ ബ്രീഡാണ്. ഇതാണ് നമ്മൾ ഒറിജിനൽ പോമെന്ന് പറഞ്ഞ് പോമറേനിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ പല പല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ഇതിലെല്ലാം കൾച്ചർ പോമും ഉണ്ട്, ഒറിജിനൽ ടോയ് പോമും ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ ബ്രീഡ് പൊതുവേ നമ്മളൊരു സ്ഥലത്ത് ഒറിജിനൽ ടോയ് അന്വേഷിച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 രൂപ മുകളിലോട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഓരോ ബ്രീഡേഴ്സും അവരെ ലൈനേജ് അനുസരിച്ച് അവർ വില പറയുന്നുണ്ട്. 50,000 തൊട്ട് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയും പറയുന്നുണ്ട്. അത് ഓരോ ബ്രീഡർമാർ അവരവർ ലൈനേജ് അനുസരിച്ച് വില പറയും. മെയിനായിട്ട് ഇതിൻ്റെ വില ഇങ്ങനെ നിൽക്കാൻ കാരണം ഇത് മാക്സിമം 1 അല്ലെങ്കിൽ 2 പപ്പീസ് ഒരു സമയത്ത് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെയല്ല ഇതിൻ്റെ പ്രസവം നോർമൽ ഡെലിവറി കിട്ടാൻ നമ്മൾ അത്രയ്ക്കും എഫേർട്ട് ഇടണം. പ്ലസ് അതിന് കുറേ ഫുഡ് ഫുഡ് റെഗുലേറ്റ് ചെയ്യണം, അതിന് വർക്കൗട്ട് കൊടുക്കണം. അത്രയും ചെയ്താലേ നമുക്കൊരു നോർമൽ ഡെലിവറി കിട്ടത്തുള്ളൂ. നോർമൽ ഡെലിവറി ആയാലും മാക്സിമം ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളതുകൊണ്ട് 1 അല്ലെങ്കിൽ 2 കുട്ടിയെ കിട്ടത്തുള്ളൂ. അപ്പം ഈ മെയിനായിട്ട് 2 കുട്ടി കിട്ടുന്നതുകൊണ്ട് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ഫുഡും കൊടുത്ത് കെയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 2 കുട്ടി കിട്ടുമ്പോൾ നിസ്സാര ഒരു എമൗണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ എമൗണ്ട് ഇപ്പോഴും 50,000 രൂപയുടെ മുകളിൽ ഇപ്പോഴും ഒരു കുട്ടി നിൽക്കുന്നത്. പിന്നെ ഇപ്പം പൊതുവേ നമ്മളിവിടെ കണ്ടുവരുന്നത്, ഇപ്പോൾ എൻ്റെ തന്നെ കാണാം, കൾച്ചർ പോം എന്ന് പറഞ്ഞൊരു വിഭാഗം കണ്ടുവരുന്നുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഈ ടോയ് പോം ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പ്രത്യേക അതിൻ്റെ വാക്കിംഗ് സ്റ്റൈൽ തന്നെ പ്രത്യേകമാണ്. അപ്പം ഇത് വളർത്താൻ കുറേ പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് വാങ്ങിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു കൾച്ചർ പോമിലേക്ക് തിരിയും. നല്ലൊരു കൾച്ചർ പോമാണ് ഇവിടെ നിൽക്കുന്നത് ഈ മെയിൽ. ഇത് നല്ലൊരു കൾച്ചർ പോമാണ്. കൾച്ചർ പോം എന്ന് പറയുമ്പോൾ നമ്മൾ ടോയ് പോമിൻ്റെ അത്രയ്ക്ക് ചെറുതായിരിക്കത്തില്ല, അത്രയും വെയിറ്റ് കുറവത്തായിരിക്കത്തില്ല, അത്രയും ബോഡി ഫീച്ചേഴ്സ് കാണത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ടോയിൻ്റെ കുറേ ഫീച്ചേഴ്സ് കാണും. അപ്പം നമുക്ക് ഇത്രയും എമൗണ്ട് ചിലവാക്കാൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പം അതാണ് ഈ ബ്രീഡ് ഇത്രയും വില നിൽക്കാൻ കാരണം, ഈ ടോയ് പോം എന്ന് പറഞ്ഞ ബ്രീഡ്. നമ്മളിവിടെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ പോമറേനിയൻ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന 3,500-4,000 രൂപ എന്നാണ്. അപ്പം ഈ ഒരു ബ്രീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാനേ ഭയങ്കര പാടാണ്. കാരണം ഒരു 50,000 രൂപ പറയുമ്പോൾ എല്ലാവരും പറയും, ഇത് 3,500 അല്ലേ ഇന്ന ആൾ പറഞ്ഞോളൂ, 4,000 രൂപയല്ലേ ഇന്ന ആൾ പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ വരാൻ ഇത്രയും പാടാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോമറേനിയൻ എന്ന് പറഞ്ഞൊരു ബ്രീഡ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ സ്പ്ലിറ്റ്സിനെയാണ് പോമറേനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ആൾക്കാർ കുറേ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ടോയ് ബ്രീഡാണ്. നമുക്ക് എളുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വീട്ടിനകത്ത് ഒരു ഫ്ലാറ്റിലൊക്കെ സുഖമായിട്ടിട്ട് വളർത്താൻ പറ്റും. ജസ്റ്റ് ഒരു ഹെയറി ബ്രീഡാണ്. നമുക്ക് അത് ഡെയിലി കോമ്പിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വീട്ടിനകത്ത് ഇട്ട് വളർത്താം. ഒരു അറ്റാക്കിങ് ടെൻഡൻസി അങ്ങനെയൊന്നുമല്ല. ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ്. ഇപ്പം ഉടമസ്ഥൻ്റെ അടുത്തുള്ള സ്നേഹം എല്ലാ ഹ്യൂമൻസിൻ്റെ അടുത്തും കാണിക്കും. അല്ലാതെ ഇന്ന സ്നേഹമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഒരു വീട്ടിനകത്തിട്ട് വളർത്താം. ഇതിൻ്റെ മെയിൻ്റനൻസും അത്രയേ ഉള്ളൂ. ഫുഡ് വളരെ കുറച്ച് മതി. അതേപോലെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവറും അതേപോലെ കുറവാണ്. ഇതിന് പെട്ടെന്ന് അസുഖങ്ങൾ വരാം. പക്ഷേ വരാതിരിക്കണമെങ്കിൽ അതേപോലെ വാക്സിനേഷൻസ് എടുക്കണം. കറക്റ്റ് നമ്മൾ ഡെയിലി കോംബ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രീഡാണ്. നല്ലൊരു വീട്ടിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നോക്കി വളർത്താൻ പറ്റുന്ന നല്ലൊരു പെറ്റാണ്.
ഈ ടോയ് പോമിൻ്റെ അന്വേഷകർ വന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാവരും ചോദിക്കുന്ന ടീ കപ്പ് പോമുണ്ടോ, എന്ന് വെച്ചാൽ നമ്മളെ കപ്പിൻ്റെ അകത്തിരിക്കുന്ന മീൻസ് മെയിനായിട്ട് ഗൂഗിളിലെ എന്താണ് പിക്ചർ കണ്ട് വരുന്നതാണ് ടീ കപ്പ് പോമുണ്ടോയെന്നാണ് എല്ലാവരും ചോദിക്കുന്ന. അങ്ങനത്തെ ഒരു ഈ പോമറേനിയൻ എന്ന് പറഞ്ഞ ഒരു ബ്രീഡുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒറിജിനൽ ടോയ് പോം എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 1.5 കിലോ 2 കിലോയ്ക്കകത്തുള്ള വെയിറ്റ്. പിന്നെ അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ലക്ഷണങ്ങളുണ്ട്. അതിൻ്റെ ആ തലയിൽ വരുന്ന ആ ഒരു ഡൂമിൻ്റെ വില മീൻസ് ആ തലയിൽ ഒരു റാന്നൊരു വരും. പിന്നെ അതിൻ്റെ വാലും തലയായിട്ട് ഇങ്ങനെ മീൻസ് ഇങ്ങനെ എപ്പോഴും ഒരു ടച്ച് ചെയ്യും. ഇതിൽ ഒറിജിനൽ ടോയ് അതാ ഇതിപ്പോൾ ഒരു നല്ലൊരു മെയിലാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു 3.5 വയസ്സായ മെയിലാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ തലയിലൊരു ഡ്യൂം ഇങ്ങനെ ഒരു റാ ഡ്യൂം വരും. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ എണീറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ മീൻസ് നടക്കുമ്പോൾ വാലും അതിൻ്റെ തലയും ടച്ച് ചെയ്യും. അതിൻ്റെ ചെവി വി ഷേപ്പ് ആയിരിക്കത്തില്ല, ഒരു റാ ഷേപ്പ് ആയിരിക്കും. പിന്നെ വെയിറ്റ് ഒരു മാക്സിമം 2 കിലോയ്ക്കകത്ത് വെയിറ്റ്, മാക്സിമം 2 കിലോയ്ക്കകത്ത് വെയിറ്റ്. പിന്നെ മെയിനായിട്ട് കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ടാനും വരുന്നുണ്ട്, ഫുൾ ഗോൾഡ് വരുന്നുണ്ട്. പിന്നെ പാർട്ടി പോമെന്ന് പറഞ്ഞിട്ട് ഡബിൾ കളേഴ്സ് വരുന്ന അങ്ങനെയും കളേഴ്സ് വരുന്നുണ്ട്. അപ്പം അന്വേഷിച്ച് വരുന്നുണ്ട്, ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ ഈ വിലയാണ് എല്ലാവർക്കും പ്രശ്നം. നമ്മളിവിടെ 50,000 ഒരു 60,000 കൊടുത്തൊരു പട്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും മീൻസ് അത് ഉൾക്കൊള്ളത്തില്ല. ഡോഗ് ബ്രീഡിങ്ങും ഇത് അധികം അല്ല മീൻസ് ആൾക്കാർ ഏറ്റെടുക്കാത്തതെന്ന് പറഞ്ഞാൽ മാക്സിമം 1 അല്ലെങ്കിൽ 2 കുട്ടിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ സമയത്ത് നമ്മൾ ലാബോ വേറെ ഏത് ബ്രീഡ് വളർത്തിയാലും ഇതേ മീൻസ് കുറച്ചും കൂടെ ഫുഡ് എക്സ്പെൻസേ ഉള്ളൂ, ഇതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങളെണ്ണം ഒരു 6 കുട്ടി തൊട്ട് 10 കുട്ടിക്കകത്ത് കുട്ടികളെയും കിട്ടും. അപ്പം അതാണ് ഇത് കൂടുതലായിട്ടും ബ്രീഡേഴ്സിൻ്റെ ഇടയിൽ. പിന്നെ ഇത് നോർമൽ ഡെലിവറി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം സി സെക്ഷൻ ഭയങ്കര കോമൺ ആണ് ഇതിൽ. അതും കൂടെ ഒരു കാരണമാണ് ഇത് എല്ലാവരും മീൻസ് ഡോഗ് ബ്രീഡേഴ്സ് ഇതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മുമ്പോട്ട് വരാൻ ഒരു മടി കാണിക്കുന്ന അതാണ്. സി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഒരു ഡോഗ് ഡെലിവറി എന്ന് പറയുന്നത് 60 to 65 ഡേയ്സ്, ഒരു 58 ഡേയ്സിൽ തൊട്ട് 65 ഡേയ്സിനകത്ത് ഒരു ഡോഗ് ഡെലിവറി ആവണം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ആ ബുദ്ധിമുട്ട് കാണിക്കുന്ന സമയം മീൻസ് ആ ഡെലിവറി ഡേറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആശുപത്രികളിൽ കൊണ്ടുപോകും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസുള്ള ആശുപത്രികൾ ഇപ്പം മീൻസ് എല്ലായിടവും ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ സി സെക്ഷൻ ഭയങ്കര ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. കൊണ്ടുപോകുമ്പോൾ തന്നെ മാക്സിമം ഒരു 1.5 മണിക്കൂറിനകത്ത് സേഫായിട്ട് സി സെക്ഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെല്ലാം നമ്മളെ കയ്യിൽ തരും. പിന്നെ ഒരു 2 ആഴ്ച അമ്മയൊന്ന് കെയർ ചെയ്തോളാം. പിന്നെ ഓട്ടോമാറ്റിക്കലി അമ്മ അങ്ങ് മീൻസ് അപ്പായി വരും, കുഞ്ഞുങ്ങളങ്ങ് രക്ഷപ്പെട്ട് വരും. പിന്നെ സി സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ അടുത്ത ഡെലിവറി എടുക്കരുത്. ആ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ഫുഡും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡെലിവറി എടുക്കാൻ പറ്റും. ഫുഡ് നമുക്ക് മെയിനായിട്ട് ടോയ് പോമിന് വളരെ ഫുഡ് കുറച്ച് മതി. പക്ഷേ നമ്മൾ ഓവർ ഫീഡ് ചെയ്ത് അതിനെ ഓവറായിട്ട് വെയിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെറ്റായിട്ട് വളർത്താനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ബ്രീഡിംഗ് ആണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെയിനായിട്ട് എക്സസൈസ് മസ്റ്റാണ്. അതിന് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വളരെ ആക്റ്റീവാണ്. എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഇനമല്ല. നിങ്ങളതിനിപ്പോൾ കണ്ടാണ് ഒരു അരമണിക്കൂറാവും എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന കുറവാണ് പിന്നെ ഇത്രയും കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അതിന് ചൂടധികം പറ്റത്തില്ല. അതിനെപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറെങ്കിലും വേണം. പിന്നെ ഈ കോട്ടിങ് ഇങ്ങനെ നിലനിൽക്കാൻ നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഒരാഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് കുളിപ്പിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ പോമെന്ന് പറയുന്നത് ഭയങ്കര ഡോഗ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഓരോ ഡോഗും ഓരോ ക്യാരക്ടറാണ്, ഓരോ ബിഹേവിയറാണ്. അപ്പോൾ നമ്മൾ ഓരോ കളറും ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ ഒന്നെടുക്കുമ്പോൾ വിചാരിക്കും ഇതോടെ നിർത്താം. പക്ഷേ അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 30ഓളം അടുപ്പിച്ച് ഡോഗ്സ് എൻ്റെ ഉണ്ട്. ഓരോന്നും അതിൻ്റെതായ ക്യാരക്ടറുണ്ട്, അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബ്രീഡർമാരും അവരതായ ഇതിൽ തന്നെ പല ഷേപ്പുകളുണ്ട്. ഡിയർ ഷേപ്പ് അങ്ങനെ പല ഷേപ്പുകളിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ടോയ് പോമിൽ തന്നെ. അതിലങ്ങനെ ഞാൻ അത്രയ്ക്ക് റെഗുലേറ്റ് ചെയ്ത് അത്രയും നോക്കി എടുത്തിട്ടില്ല. മെയിനായിട്ട് ടോയ് പോം എടുത്തിട്ടുണ്ട്. അതിൽ നല്ല ബ്രീഡ് സാധാരണക്കാർക്കും മാക്സിമം വില കുറച്ച് കൊടുക്കണം എന്ന് അവരും കൂടെ ഇതിൻ്റെ എന്താണെന്ന് അറിയണം. ഈ ഒരു ബ്രീഡ് സാധാരണക്കാരുടെ ഇടയിലോട്ട് എത്തണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഇത്രയും എണ്ണം നിർത്തുന്നത്. തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ സ്പ്ലിറ്റ്സ് ആണ്. ഇന്ത്യൻ സ്പ്ലിറ്റ്സ് കാരണം അതിവിടെ എൻ്റെ ഈ വീട്ടിൽ തന്നെ ഏകദേശം ഒരു 5 പ്രാവശ്യം പ്രസവം എടുത്തിട്ടുണ്ട്. 5 പ്രാവശ്യം നോർമൽ ഡെലിവറി ആയിരുന്നു. വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 5 പ്രാവശ്യം 5ൽ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. അതെല്ലാം അതിനെ റേസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡോഗ് ബ്രീഡിങ്ങിലേക്ക് കടന്നപ്പം സ്പ്ലിറ്റ്സ്
എന്നൊരു മീൻസ് ഒരു ബ്രീഡിനെ കുറിച്ച് അന്വേഷിച്ചത്, ഇന്ത്യൻ സ്പ്ലിറ്റ്സ്. അതിലേക്കാണ് ഞാൻ ഈ പോമറേനിയനിലേക്ക് വന്നത്. ഈ പോമും നമ്മളെ ഇന്ത്യൻ സ്പ്ലിറ്റ്സും കാണാൻ കാഴ്ചയിൽ നല്ല സാമ്യതയുണ്ട്, പക്ഷേ ബോഡി ഫീച്ചേഴ്സിൽ ഒട്ടും സാമ്യതയില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സ്പ്ലിറ്റ്സിനെ ഇതേപോലത്തെ ടോയ് പോം ഇട്ട് നമുക്ക് ക്രോസ് ചെയ്യിക്കാൻ പറ്റും, സ്റ്റഡി ചെയ്യിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും അതിലിറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കൾച്ചർ പോം എന്ന് പറയും. കൾച്ചർ പോം കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്ത്യൻ സ്പ്ലിറ്റ്സിൻ്റെ അത്രയ്ക്ക് പൊക്കം സൈസ് വയ്ക്കത്തില്ലെങ്കിലും ഏകദേശം നമ്മൾ ടോയ് പോമിനെ പോലെയൊക്കെ ഇരിക്കും. അത് നമുക്ക് ഇത്രയും വിലയ്ക്കല്ലാതെ ഒരു 10,000 തൊട്ട് ഒരു 15,000 റേഞ്ചിന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോയ് പോം എന്നുള്ള ഒരു സംഭവം അവർക്ക് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരാളടുത്ത് ഇന്ന സ്നേഹം അങ്ങനെയില്ല, പക്ഷേ എല്ലായിടത്തും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആർക്ക് വേണോ വളർത്താം. ഒരു വീട്ടിനകത്ത് ഒരു ജനിച്ചൊരു കൊച്ചിനായാലും നമുക്ക് കൂടെ നിർത്താം, അതൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. അങ്ങനെ എളുപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം ഒരു ഫ്ലാറ്റിലോ ഒരു വീട്ടിലോ ഒരു നല്ലൊരു പെറ്റായിട്ടോ എങ്ങനെ വേണോ ഇത് വളർത്താം, ഒരു വിഷയമില്ല. ഇതൊക്കെ സഹായിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഞാനും ഈ വിജിൻ, ഇവൻ്റെ പേര് വിജിൻ എന്നാണ്, നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇതിനെ ഫുള്ള് കെയർ ചെയ്യുന്നതും ഇതിൻ്റെ ഫുഡ് വെക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞാൻ നോക്കണേക്കാട്ടിയും കൂടുതൽ ഇവനാണ് ഇതിനെ കെയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്നെ അറിയുന്നേക്കാട്ടി ഇവനെ ഡോഗ്സിനെ അറിയാം. അതാണ് ഇപ്പം ഇവനായിട്ട് നല്ല ഒരാൾക്ക് ഇവർക്ക് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് അറിയാം. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ ഈ ബ്രീഡ് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നല്ല ഫ്രണ്ട്ലിയാണ്. പക്ഷേ ഇവനായിട്ട് മെയിനായിട്ട് ഇവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇവനായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു ടെൻഷനിൽ നിന്നിട്ടും ഇപ്പം ഞാൻ പല ബ്രീഡിങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡോഗാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ച് ഫീൽ ചെയ്യുന്നത് ഡോഗ് ബ്രീഡിങ്ങിലാണ്. നമ്മൾ ഇപ്പം ഞാൻ ഇഷ്ടംപോലെ ബ്രീഡിങ് ബേർഡ്സ് ആയാലും ഏതായാലും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒന്ന് മരിച്ചു പോയാൽ നമുക്ക് ഫീലിങ്സ് അത്രയ്ക്കാണ്. പക്ഷേ ഒരു ഡോഗ് നമ്മൾ ഇതേപോലെ ഇന്ന് റേസ് ചെയ്ത് കുഞ്ഞിലെ റേസ് ചെയ്തെടുത്ത് നമ്മൾ എന്തെങ്കിലും ഇതിൽ പറ്റിയ ഒരു ഡെഡായി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മൈൻഡാണ്. കാരണം ഡോഗിൻ്റെ ആ സ്നേഹം അങ്ങനെയാണ്. വേറെ ഒന്നിലും ഇല്ലാത്തൊരു സന്തോഷം ഡോഗ് ബ്രീഡിങ് ചെയ്യുമ്പോൾ കിട്ടും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ മാക്സിമം 2 പപ്പി അല്ലെങ്കിൽ 3 പപ്പി റേസ് ചെയ്ത് കിട്ടി നമ്മളൊരു 3 പേരെ 3 വീട്ടിലാക്കുമ്പം അവർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പം ഡോഗ് ബ്രീഡിങ് എന്ന് പറയുന്നത് നല്ല എന്താ പറയാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷമുള്ളതാണ്. ഞാൻ പറയുന്ന ഡോഗ് ഇത്ര എണ്ണമൊന്നും വളർത്തണ്ട, എല്ലാവരും ഒരു ഡോഗെങ്കിലും, ഈ ബ്രീഡൊന്നും പറയുന്നില്ല, ഏതായാലും ഒരു ബ്രീഡൊന്ന് ജസ്റ്റ് വാങ്ങിച്ച് വളർത്തി നോക്കിയാൽ അതിൻ്റെ എന്താണ് ആ ഒരു സ്നേഹം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് അനുഭവിച്ച് നോക്കണം. അത്രയേ ഉള്ളൂ.